ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ വി ഫോർ മല്ലു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോയുടെ ഒരു ചിക്കൻ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മുഴുവൻ നാരങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടികല്ലിലേക്ക് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ആ ചതച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 2 ചെറിയ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 2 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണ് ഈ കുരുമുളക് പൊടി. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പെപ്രിക്ക പൗഡറാണ്. ഇത് ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ്. അത് ഒരു ചെറിയ സ്പൂണിലേക്ക് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഗ്രീൻ പെപ്പർ സോസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഏകദേശം കണക്കാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്ലേവർ കിട്ടാനായിട്ട് റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ കുറച്ച് ടേസ്റ്റ് മേക്കർ ഇതിനകത്ത് ഇടുന്നുണ്ട്. മാഗിയുടെ ടേസ്റ്റ് മേക്കറാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ബാർബിക്യൂൻ്റെ സോസാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ച ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. അടുത്തതായി നമ്മൾ ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പരുവത്തിന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനകത്ത് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് ആ പാനിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ്റെ പീസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 പീസ് മാത്രമാണ് എടുത്തേക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് ഫ്രൈ ആക്കി എടുക്കാം. മറുവശത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഡാർക്കായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നാണ്. താല്പര്യമില്ലാത്തവർക്ക് അത് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് നല്ല ഫ്രൈ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഡിഷ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്.